അപ്പൊ ചപ്പാത്തിക്ക് ഉപ്പ് ഇടണ്ടല്ലേ ഇപ്പൊ നമുക്ക് അല്ലേ? ഉപ്പ് അധികം ഇടണ്ടേട്ടാ ഏട്ടാ. ഇപ്പൊ ഷുഗർ മാത്രമേ ഉള്ളൂ, ഇനി പ്രഷറും കൂടെ വരും. സാധനം വരേണ്ട സമയം കഴിഞ്ഞില്ലേ? വരേണ്ട സമയം കഴിഞ്ഞില്ലേ? അവര് പതുക്കെയല്ലേ വരുള്ളൂ. ഏട്ടനുള്ളപ്പോഴല്ലേ സ്പീഡിൽ പോയിട്ട് വരുന്നു. ആ രണ്ടൂടെ കുറെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കും. അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. വരുന്നുണ്ടാവും. അല്ല ഒരുപാട് താമസിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത്തിരി ക്ഷീണമൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലേ അമ്മയ്ക്ക്? ആ ക്ഷീണം പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഫോൺ അടിക്കണടി. ആ ഏട്ടന് കുറച്ച് പഞ്ചസാര ഇട്ട് തരാം കേട്ടാ. എനിക്ക് പഞ്ചസാര വേണ്ട. വേണ്ടേ? എനിക്ക് ഇത്തിരി വേണം. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിന്റെ കണക്കല്ലല്ലോ. നിനക്കല്ലേ അത് അവരെ ഉപയോഗിച്ചിട്ട് എനിക്ക് പഞ്ചസാര വേണം. നീ നോക്കിയാ ഹലോ. ആ ഇത് എവിടാമാ? എപ്പ എന്നിട്ട് അയ്യോ പൊയ്ക്കൊണ്ടിരിക്കണ? ശരി 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 ഞാൻ അങ്ങോട്ട് വരാം. ആ ആ ശരി ശരി. എന്തേട്ടാ? അമ്മ തലാറങ്ങി വീണെന്ന്. അമ്മ തലാറങ്ങി വീണ് ആശുപത്രിയിലോട്ട് പോയത് അമ്മാവൻ. അമ്മാവനാണോ വിളിച്ചത്? ഓ അയ്യോ ഞാൻ ഇതുവഴി പോണേ. അല്ല ഞാനും കൂടെ വരാം. നീ വരണ്ട ഏട്ടാ, അവിടെ നിൽക്ക, ഞാൻ പറയട്ടെ, ഞാൻ കൂടെ വരാം. രാവിലെ നടന്നിട്ട് വരുമ്പോ പാവയ്ക്ക ജ്യൂസ് കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കൊടുത്തപ്പോ അമ്മ പറയുക ചോറ് വേണ്ടെന്ന്. ചപ്പാത്തിയാ കഴിച്ചത്, അതിന്റെ കൂടെ വെജിറ്റബിൾ. ഇപ്പൊ രാത്രിയും ചപ്പാത്തി. പിന്നെന്താ ഇങ്ങനെ? അതിപ്പോ കഴിഞ്ഞ ദിവസം പാവം തോന്നിട്ട് ഞാൻ ഇച്ചിരി പാൽച്ചായ എടുത്തു കൊടുത്ത് പഞ്ചസാര ഇട്ട്, രണ്ടും കുടിച്ചില്ല. പിന്നെ എങ്ങനെ ഇങ്ങനെ ഷുഗർ കൂടണത്? ഇത് വേറെ എന്താ കുഴപ്പം എന്റെ കനക? ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് ഷുഗർ കുറയില്ല, കൂടിക്കൊണ്ടേയിരിക്കും. ഇവര് ആ പരമ്പരയിലുള്ളതായിരിക്കും. പിന്നെ മാത്രമല്ല, നീ കാണിച്ച എന്തൊരു മണ്ടത്തരമുണ്ടേ ഈ വയസ്സാം കാലത്ത്. ഇതുങ്ങളെ കൊണ്ട് നടത്താൻ പോക്കും, അത് ചെയ്യലും ഇത് ചെയ്യലും. പിന്നെ എങ്ങനെ അവർക്ക് റെസ്റ്റ് കൊടുക്കണ്ടേ? ശരിക്കും റെസ്റ്റ് ആയിരുന്നു വേണ്ടത്. ഓവറായിട്ട് നടന്നിട്ടായിരിക്കും. അതൊക്കെ ആവും. ഒന്നും പറയല്ലേ. ഞാനൊന്ന് കുളിക്കട്ടെ. എന്താ അവിടെ ഇരുന്ന? എനിക്കൊന്ന് കിടക്കണം. കിടക്കാം കിടക്കാം, മൊത്തത്തിൽ ഞാൻ കിടക്കാം. എന്താ സംഭവം അറിയോ? രാവിലെ നടക്കാൻ പറഞ്ഞേ എന്തിനാ? ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിട്ട്. സാധാരണ ആൾക്കാർ രാവിലെ നടക്കുന്ന ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിട്ട്. അവര് നടന്നുകൊണ്ടിരിക്കും. അതെ, പക്ഷെ അവര് നടത്താൻ അങ്ങോട്ടല്ലായിരുന്നു. ഒരു മധുരയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മധുര പോയാ അതിനിടയിൽ? മധുരയിലളിയാ, മധുരം കിട്ടുന്നിടത്തേക്ക്. ഇവിടെ മധുരം കൊടുക്കൂലല്ലോ, അപ്പൊ മധുരം കിട്ടുന്ന കടകൾ തേടിയുള്ള യാത്രയായിരുന്നു ഇവര്. ആ ഒരു ദിവസം ഒരു ബേക്കറിയിലേക്ക്, ഒരു ദിവസം വേറൊരു ബേക്കറിയിലേക്ക്, വേറൊരു ദിവസം പായസക്കടയിലേക്ക്, നേരെ നടന്ന് അങ്ങോട്ട് ചെല്ലും. അല്ല അപ്പൊ ഇതുവരെ നടന്നില്ലേ? രണ്ടുപേരും ഓട്ടോ പിടിച്ച് നേരെ പായസക്കടയിലേക്ക് പോകും. അല്ലെ വേറെ സ്ഥലത്ത് ബേക്കറി ചെന്ന് കയറും. അവിടെ നിന്ന് ലഡു, ജിലേബി, അലുവ ഇതൊക്കെ അവിടെ കഴിക്കും. വെറുതെ അല്ല നടന്നിട്ട് ഒരു മടിക്കുത്ത് തീർത്തിരിക്കണത്. കൊച്ചുകളില് പൈസ കൊടുത്തു വിടുക, മുട്ടായി മേടിക്കാൻ. ഞാൻ അന്ന് പിടിച്ച് നിർത്തി തക്കളീരായിരുന്നു കയ്യിൽ. പറഞ്ഞവള് ഇല്ലല്ലേ? ആ അതാണ് ഈ മിടുക്കി. എന്തൊക്കെ തരത്തിൽ നിർത്തം നോക്കിയാ നടത്തി, എന്തൊക്കെ തരത്തിൽ തടയാൻ നോക്കിയാ, പക്ഷെ അതിനൊക്കെ അതിജീവിച്ചളഞ്ഞത്. നല്ല ആങ്ങളെ പെങ്ങളെ. ഇത് ആർക്ക് വേണ്ടിയായി പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്? അത് മനസ്സിലായിക്കൂടെ? ദൈവമേ, വല്ലതും വന്നു പോയെങ്കിലോ. ഇന്ന് തലയിറങ്ങി ഇവിടെ നന്നായി. ഇല്ല നമ്മൾ ഇത്രയും ഷുഗർ കൂടി എങ്ങനെ അറിയും? നമ്മൾ ആരെങ്കിലും അറിയോ? ഇത്ര കൊതി മധുരം തിന്നണ്ടെന്ന് പറയുമ്പോഴത്തേനും പിന്നെ അത് തന്നെ തിന്നണമെന്ന് എത്ര വാശി. അല്ല വലിയ ഉത്സാഹത്തോടെ പോയപ്പോ ഞാൻ വിചാരിച്ചു നന്നായി എന്ന് വിചാരിച്ചല്ലേ. ഇത് ഈ ആപത്തിലേക്കാണെന്ന് അറിഞ്ഞാ. ഇവിടെ വരുമ്പോ രണ്ടും നല്ല മാന്യര്. കൊടുത്ത പോലും വേണ്ട. ആ എന്താ നടന്നു നടത്തിക്കോ. അപ്പൊ നീ നടക്കണ്ട അല്ലേ? നടക്കണം, ഇനിയാണ് നടക്കേണ്ടത്. അമ്മാവൻ വടക്കോട്ടും അമ്മ തെക്കോട്ടും. അമ്മാവന്റെ കൂടെ ജമന്തിയും അമ്മയുടെ കൂടെ തങ്കവും കാണും.
അത് കലക്കി